പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പന്നികൾ മരണത്തേക്കാൾ സാത്താനേക്കാൾ മരണത്തെ പുൽകാൻ ആഗ്രഹിച്ചു. അതായത് സുവിശേഷത്തിലെ കാര്യമാണ് പറയണേ. പന്നികൾ സാത്താനേക്കാൾ മരണത്തെ പ്രിഫർ ചെയ്തു എന്ന് പറയണേ. കർത്താവിൻ്റെ അടുത്ത് പിശാചുകൾ പറയുന്നുണ്ട്, ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചേക്കാം. കർത്താവ് അതിനെ അനുവദിക്കുന്നുണ്ട്. പക്ഷേ പിശാചുക്കൾ ഉള്ളിൽ കയറിയ ഉടനെ പന്നികൾ തീരുമാനിക്കുന്നത് ഈ സാത്താനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അവർ കിഴുക്കാം തൂക്കായ മലയിടുക്കുകളിലൂടെ വെള്ളത്തിൽ മുങ്ങി ചത്തു എന്ന് പറയുന്നുണ്ട്. പന്നിക്കൂട്ടം മുഴുവൻ കിഴുക്കാം തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങി ചത്തു. വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ ഉള്ളിൽ സാത്താൻ വസിക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ പന്നിക്കൂട്ടം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉള്ളിലെ ഇങ്ങനെ കർത്താവിനെ വഹിച്ചുകൊണ്ട് നടക്കേണ്ടതിന് പകരം സാത്താൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ചിന്തകളും ഒക്കെയായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഈ ജീവികളെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ്. കർത്താവ്, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് പിശാച് ബാധിതരുടെ ചോദ്യം. ഇതാണ് നമ്മളുടെ പ്രശ്നം. സാത്താനെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ, വീട്ടിൽ കയറ്റിയാൽ, നമ്മുടെ ചിന്തയിൽ കയറ്റിയാൽ, നമ്മുടെ ജീവിതത്തിൽ കയറ്റിയാൽ, നമ്മുടെ ഹൃദയത്തിൽ പിശാചിന് ഇടം കൊടുത്താൽ പിന്നീടുള്ള പ്രശ്നം ഇതാണ്, കർത്താവിന് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അവനെ ബ്ലോക്ക് ചെയ്യും. വേണ്ടെന്നേ. നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ഈശോ സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഏതാനും ചില രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റൊരു അത്ഭുതവും അവനവിടെ ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ അവിശ്വാസമാണ്, വേണ്ട എന്നുള്ള തീരുമാനമാണ്. നീ ഞങ്ങളുടെ നാട്ടിലേക്ക് കടക്കണ്ട, ഞങ്ങളിൽ നിന്ന് പൊക്കോ എന്നുള്ള വിളിച്ചു പറച്ചിലാണ് കർത്താവിനെ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാതെ തിരിച്ചു പോകാനായിട്ട് കാരണമാക്കിയത്. അതായത് ഞാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റണേ? അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, കർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നുണ്ട്. നിൻ്റെ മുന്നിൽ നന്മയും തിന്മയും ജീവനും മരണവും ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന കർത്താവ് എന്നോട് നമ്മൾ പറയാണ്, എനിക്ക് തിന്മ മതി, നന്മ വേണ്ട, എനിക്ക് ജീവൻ വേണ്ട, എനിക്ക് മരണം മതി. ഇങ്ങനെ നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ഒരാൾ ചോദിച്ചു തുടങ്ങിയാൽ പിന്നെ അവനെ എങ്ങനെയാണ് കർത്താവിനെ രക്ഷിച്ചെടുക്കാൻ പറ്റണേ? പലരും ഉണ്ടെന്നേ, തിരിച്ചെടുക്കപ്പെടേണ്ട, ഇങ്ങനെ ഈശോയിലേക്ക് ജീവിതം ഒന്ന് ചേർത്ത് വെക്കപ്പെടേണ്ട ഒരുപാട് പേര്. പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥന എന്താണെന്ന് ചോദ്യങ്ങൾ, ഒന്ന് ഈശോയുടെ മുമ്പിലൊന്ന് ഇരിക്കാൻ പോലും സമയമില്ല, ഇങ്ങനെ എതിർത്ത് നിൽക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന മനുഷ്യരൊക്കെ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഇങ്ങനെ കർത്താവിനെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ജീവിതാവസ്ഥകളെയും ഒന്ന് സമർപ്പിക്കേണ്ട നേരമാണ്. എന്നിട്ട് പറ, ഈശോയെ നീ മതി ഞങ്ങളുടെ ജീവിതത്തിൽ. നിനക്ക് പകരമായി ഞങ്ങൾ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്ന, സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തിന്മകളെയും എടുത്തു മാറ്റാൻ കനിവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും. അതിയായ ആഗ്രഹത്തോടുകൂടെ ഈ പന്നിക്കൂട്ടങ്ങൾ എങ്ങനെയാണ് ഉള്ളിൽ തിന്മ വേണ്ട, പകരം ഞങ്ങൾ മരിച്ചോളാം എന്ന് തീരുമാനിച്ചത്, അത് കണക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടാവും. ഡൊമിനിക് സാവിയ പുണ്യവാളനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അത് തന്നെ. നമ്മൾ കുഞ്ഞുനാളിൽ മുതലേ പഠിച്ചതല്ലേ. കർത്താവ്, ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവിടെ പന്നിക്കൂട്ടം നിറവേറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി. എനിക്ക് തിന്മ വേണ്ടെന്നേ, ഞങ്ങളുടെ ഉള്ളിലെ തിന്മ വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതിനേക്കാൾ മരണം ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നു. പ്രതിദിന സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കർത്താവിനെ ഉള്ളിൽ നിറച്ച് ഈശോയ്ക്ക് ഇടപെടാനായിട്ടൊരു ഇടം കൊടുത്ത് എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ജീവിതാവസ്ഥകളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നൊക്കെ തിന്മയെ പുറംതള്ളി ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗം അതാണ്, കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവർക്ക്.
ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവെ, അങ്ങയെ ഉള്ളിൽ വഹിക്കുന്നവരാകാൻ, ഉള്ളിലുള്ള തിന്മകളെയൊക്കെ നിഷ്കാസനം ചെയ്യുന്നതിന് ദൃഢപ്രതിജ്ഞ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാകാൻ, അങ്ങനെ അങ്ങയുടെ രക്ഷയുടെ വഴിയിലൂടെ ചലിക്കുന്നവരാകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന്, ഭാഗ്യം നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് തീക്ഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ നിനക്ക് മാത്രം സ്ഥാനമുണ്ടായിരിക്കട്ടെ. നീ ഒഴിവായി പോകുന്ന വിധത്തിലുള്ള മറ്റെല്ലാറ്റിനെയും ഇങ്ങനെ വലിയ തീക്ഷ്ണതയോടുകൂടെ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കാൻ വേണ്ട ദൃഢപ്രതിജ്ഞ ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. ആ ഒരു തീരുമാനത്തോടുകൂടെ വേണം, തിന്മ വേണ്ടെന്നുള്ള വലിയ തീരുമാനത്തോടുകൂടെ വേണം, ഈശോ നിറയട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ വേണം ഇന്നുറക്കത്തിലേക്ക് പോകാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,